ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഷബീബ് മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസ്താവനാ ചോദ്യങ്ങളോടുള്ള ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു പരിചയപ്പെട്ടത് അല്ലേ. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നും കുറച്ച് പ്രസ്താവനാ ചോദ്യങ്ങളെ നമ്മൾ വീണ്ടും പരിചയപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ PSCയുടെ കറൻറ്റ് ട്രെൻഡ് അനുസരിച്ച് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് ഇത്തരത്തിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം. അപ്പം അത്തരം ചോദ്യങ്ങളെ ഒട്ടും ഭയമില്ലാതെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന ചില ടെക്നിക്ക് അല്ലെങ്കിൽ ചില ടെക്നിക്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്ന ചോദ്യം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, വിവരാവകാശ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ നിയമം പാസ്സാക്കിയത് 2005 അല്ലേ, നമുക്കറിയാവുന്നതാണ്. പൊതുജനത്തിന് ഔദ്യോഗിക വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള അവകാശമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫയലുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ ആ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി പാർലമെൻറ്റ് 2005 പാസ്സാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം. ഓക്കെ, നമുക്ക് 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഞാൻ പറയാം, ചോദ്യം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് പോകാനൊക്കെ തോന്നും. ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ചോദ്യം ഒന്ന് ഓരോ പ്രസ്താവനകളും വായിച്ച് നോക്കുക. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹിൻഡ് ഈ ഒരു ചോദ്യത്തിൽ കാണാൻ കഴിയും. ഓക്കെ, ആ ഹിൻഡ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്നും ഉത്തരത്തെ വളരെ അനായാസം എലിമിനേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രസ്താവന എന്താണ്? ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവനയാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകിയിരിക്കുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. നാലാമത്തെ പ്രസ്താവന, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10 കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇനി ഈ ഒരു ചോദ്യം ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ഈ നിയമം 2005 വരുന്ന സമയത്ത് ഉള്ള ക്ലോസുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിയമം ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ അല്ലേ, ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു അല്ലേ, വിവരാവകാശ നിയമം 2005 വരുന്ന സമയത്ത് അല്ലേ. 2019 ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കുന്നത് അല്ലേ. യെസ്, അപ്പം 2005 നിയമം വരുന്ന സമയത്ത് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഈ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ ശരിയാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2019 ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കുന്നത്. ഇപ്പോൾ 2005 നിയമം വന്ന സമയത്ത് ജമ്മു കാശ്മീരിന് വിവരാവകാശ നിയമം ബാധകമായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഇനി 3 ഓപ്ഷനുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ, ഇവിടെ ഒരു ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. നമുക്കത് കൃത്യമായിട്ട് ഇപ്പം പറയാൻ കഴിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. മൂന്നാമത്തെ പ്രസ്താവന ഒന്ന് വായിച്ചു നോക്കൂ. ഇവിടെ നമുക്ക് ചെറിയൊരു ഹിൻഡ് മാത്രമോ എന്നത് ചിലപ്പോൾ നമുക്കൊരു ഹിൻഡായിട്ട് എടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം, അതായത് ഫോറിൻ ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ആയിരിക്കില്ലേ. അപ്പം രഹസ്യമായിട്ട് വിദേശ സർക്കാരുകൾ ഗവൺമെൻറ്റിന് നൽകുന്ന വിവരങ്ങൾ, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള വിവരങ്ങൾ, അത് പൊതുജനങ്ങൾക്ക് വിവരം ലഭ്യമാക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അല്ലെ. മൂന്നാമത്തെ പ്രസ്താവന ശരിയായിരിക്കും. ഓക്കെ, അപ്പം 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ്
എ എന്ന ഓപ്ഷൻ കൂടി ഇവിടെ ഒഴിവാക്കാൻ കഴിയും അല്ലേ. രണ്ടും നമുക്ക് ഉറപ്പുള്ള രണ്ട് ഇൻഫർമേഷൻസ് ആണ്, 1ഉം 3ഉം രണ്ടും ശരിയാണ് എന്ന പ്രസ്താവനകൾ നമുക്ക് ഉറപ്പാണ്. ഇനി നാലാമത്തേത് നോക്കൂ. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്തത്ര എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. വിവരം കൃത്യമായി അറിയുന്ന ആൾക്ക് ഇത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാകും. ഓക്കെ, നമുക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഓപ്ഷൻ 2 അല്ലെങ്കിൽ ഓപ്ഷൻ പ്രസ്താവന 2 അല്ലെങ്കിൽ പ്രസ്താവന 4 ഇതിൽ ഏതാണ് ശരി എന്ന കാര്യം നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, ഇവിടെ പ്രസ്താവന 2ൻ്റെ കാര്യം. അപ്പം വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കടുംപിടുത്തമുണ്ട്. ഓക്കെ, മാത്രമേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കടുംപിടുത്തമുണ്ട്. ഇപ്പം ഇന്ത്യയിൽ നമുക്ക് ഈ 22 ഒഫീഷ്യൽ ലാംഗ്വേജുകളുണ്ട് അല്ലേ. ഭരണഘടന അംഗീകരിച്ച് 22 ഭാഷകളുണ്ട്. അപ്പം അതിനൊക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് പ്രസ്താവന 2ൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒഫീഷ്യൽ ലാംഗ്വേജ് എത്രയാണ്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഇന്ത്യയിലുള്ളത് അല്ലേ. അപ്പം അതിന് ആ 22 ഭാഷകളെ ചലഞ്ച് ചെയ്യുന്നൊരു പ്രസ്താവനയല്ലേ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അതെ, അപ്പോൾ നമുക്കിത് തെറ്റാണെന്ന് ഏറെക്കുറെ അനുമാനിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെങ്കിൽ ഓപ്ഷൻ സിയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ശരിയായിട്ട് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും, കൂടുതൽ ആളുകൾക്കും തെറ്റിപ്പോകുന്നൊരു ചോദ്യമായിരിക്കും. നേരെ മറിച്ച് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും മാക്സിമം 10ൽ കവിയാത്ത കമ്മീഷണർമാരും ഉൾക്കൊള്ളുന്നതാണ് എന്ന് വിവരമുള്ള ആളുകൾക്ക് ഈ നാലാമത്തെ പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലാവും. ഇനി അതറിയാത്ത ആളാണെങ്കിൽ പോലും രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമ്മൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് ഈ ഡി എന്ന ഓപ്ഷനിലേക്കും എത്താൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് ഒരു ചോദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേ 2നെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ദേശീയ ജലപാത 2 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 2 നെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കേ. ദേശീയ ജലപാത 2നെ സംബന്ധിച്ച്. ഓക്കെ, ദേശീയ ജലപാത 1, 2, 3, 4 നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഞാൻ പറയാം. ദേശീയ ജലപാത 1 എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയിലാണ്. ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദേശീയ ജലപാത 3 നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ വ്യാപിച്ച് കിടക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 3. ഓക്കെ, ദേശീയ ജലപാത 4 കാക്കിനാഡ ടു പുതുച്ചേരിയാണ്. കാക്കിനാഡ ടു പുതുച്ചേരി ബേ ഓഫ് ബംഗാളിലാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. നമുക്ക് നോക്കാം അല്ലേ. അലഹബാദ് മുതൽ ഹാൽദിയ വരെ സ്ഥിതി ചെയ്യുന്നു. ദേശീയ ജലപാത 2നെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് അലഹബാദ്? അലഹബാദ് എന്ന് പറയുന്നത് ഗംഗാ നദിയിലെ പട്ടണമാണല്ലേ. ഗംഗാ നദീ തീരത്തുള്ള പട്ടണമാണ് അലഹബാദ് എന്ന് പറയുന്നത്. ഹാൽദിയ അല്ലേ, അലഹബാദ് ഹാൽദിയ ഗംഗാ നദിയിലാണെന്ന് അറിയുന്ന ആൾക്ക് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് കണ്ടെത്താൻ കഴിയും അല്ലേ. ഒന്നാമത്തെ ജലപാത നാഷണൽ വാട്ടർവേ 1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ്. ദേശീയ ജലപാത 2 എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ടു ദുബ്രിയാണ് ദേശീയ ജലപാത 2 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ഇവിടെ ശരിയാണ്. ക്ലിയർ ആണോ? അപ്പം അലഹബാദ് ഗംഗാ നദിയിലാണെന്ന് അറിയുന്ന ആൾക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാവും. സാദിയ ടു ദുബ്രിയാണ്. ഏതെങ്കിലും ഒരു പ്രസ്താവനയായിരിക്കും ഇവിടെ ശരിയാവുക അല്ലേ. ഒന്ന് ഗംഗാ നദിയും ഒന്ന് ബ്രഹ്മപുത്ര നദിയുമാണ്. അപ്പോൾ 2 നദിയും കൂടെ ആയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. രണ്ടും 2 ദിക്കിൽ നിന്നും വരുന്ന നദികളാണ് അല്ലേ. അപ്പം ദേശീയ ജലപാത 2 സാദിയ മുതൽ ദുബ്രി വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമോ? നിങ്ങളൊന്ന് നോക്കിക്കേ. സാദിയ ടു ദുബ്രി ആണെങ്കിൽ ഇത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇല്ലേ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നതാണ് ദേശീയ ജലപാത 2 എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ക്ലിയർ ആണോ?
ഇനി ഇത് അറിയാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചോദ്യം ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കിക്കേ. അലഹബാദ് മുതൽ ഹാൽദിയ വരെ സ്ഥിതി ചെയ്യുന്നു. ഇത് ശരിയാണെന്ന് നമ്മൾ ഗസ് ചെയ്തു. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഒന്നിൻ്റെ കൂടെ ഏതൊക്കെയാണുള്ളതും 2ഉം 3ഉം ആണുള്ളത്. അലഹബാദും ബംഗ്ലാദേശുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണം. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയാണെന്ന് ഓർത്തിരിക്കുക. സാദിയ ടു ധുബ്രി വരെയാണ് ദേശീയ ജലപാത 2. ഇനി അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ള നാഷണൽ വാട്ടർവേ 1 എത്ര കിലോമീറ്ററാണ്? 1620 കിലോമീറ്ററാണ്. ആ കാര്യം ഒന്ന് ഫാക്ച്വലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഈ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ് കണ്ടെത്തുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് ഇത് എക്കണോമിക്സിലുള്ളൊരു ടേമാണ്. ഇപ്പോൾ UPSC ചോദ്യപേപ്പറുകളിലായിരുന്നു നേരത്തെ ഫുഡ് ലോസ് ഇൻഡസ്ട്രീസിനെ കുറിച്ചൊക്കെ ഒരു ചോദ്യം വന്നത്. 2019 പ്രിലിംസിലാണെന്ന് തോന്നുന്നു. UPSC ചോദിച്ചൊരു ചോദ്യമാണ് ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. എന്താണ്? ചോദ്യം ഒന്ന് കൃത്യമായിട്ട് പ്രസ്താവനകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പഞ്ചസാര വ്യവസായം ഇതിന് ഉദാഹരണമാണ്. ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തേത് എന്താണ്? വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നില്ല. അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ലാൻഡ്, ലേബർ, ഓക്കെ, ക്യാപിറ്റൽ എൻ്റർപ്രൈസ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എൻ്റർപ്രൈസ് ഇതാണ് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ തൊഴിലാളികളെ ഇതിന് ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ പഞ്ചസാര വ്യവസായം, നമുക്ക് ഫുഡ് ലോസ് ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, എന്താണെന്ന് നമുക്കറിയില്ല. ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? പഞ്ചസാര വ്യവസായം ഇതിനുദാഹരണമാണ്. ഇപ്പം ഷുഗർ പ്രൊഡക്ഷനാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര വ്യവസായം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ലേബേഴ്സിന് ആവശ്യമുള്ളൊരു ഇൻഡസ്ട്രിയാണ് അല്ലേ? ആദ്യം ഈ കരിമ്പ് നടണം, അത് പറിച്ചെടുക്കണം, അത് മറ്റൊരു സ്ഥലത്തുള്ള വ്യവസായശാലയിൽ കൊണ്ടുപോകണം, എന്നിട്ടത് പഞ്ചസാരയായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് പ്രോസസ്സ് ഇതിനാവശ്യമാണ്. ഇതിൽ ഒരുപാട് മലിനീകരണം പ്രകൃതിയിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. മിഥെയിൻ ഗ്യാസൊക്കെ ഇതിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്. ഇപ്പം പരിസ്ഥിതി മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണ്. ഒരുപാട് വ്യവസായികൾ ആവശ്യമാണ്. ഇൻഡസ്ട്രീസിൻ്റെ സഹായം വേണം. അങ്ങനെയുള്ളൊരു വ്യവസായമാണ് പഞ്ചസാര വ്യവസായം അല്ലേ? യെസ്. ഇതിനെ വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല എന്ന് പറയുമ്പം ഈ ലേബേഴ്സൊന്നും ആവശ്യമില്ല, ലേബേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും മെഷീനറി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണോ? പഞ്ചസാര വ്യവസായത്തിന് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ ആവശ്യമാണ് അല്ലേ? കരിമ്പ് നടാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ വിളവെടുക്കാനും ഒക്കെ വ്യവസായികൾ ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? രണ്ടും നമുക്കവിടെ കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. അതായത് ഒന്നിന് വിപരീതമാണ് രണ്ടാമത്തെ പ്രസ്താവന അല്ലേ? നിങ്ങളൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ പ്രസ്താവനയ്ക്ക് വിപരീതമായിട്ടാണ് രണ്ടാമത്തെ പ്രസ്താവന വരുന്നത്. ഇനി കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ് അല്ലേ? കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. അപ്പം പഞ്ചസാര വ്യവസായത്തിന് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. അപ്പം 1ഉം 3ഉം ഇവിടെ ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? 1ഉം 3ഉം നമുക്കിവിടെ കണക്ട് ചെയ്യാം. 1ഉം 2ഉം ഒരിക്കലും വരില്ല. ഓക്കെ, നാലാമത്തെ എന്താണ്? ഇതൊരു പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. 1ഉം 2ഉം 4ഉം ഒരിക്കലും വരില്ല. 1ഉം 2ഉം 4ഉം ഒരിക്കലും വരില്ല നമുക്ക് ഉറപ്പായി. കാരണം എന്താണ്? പഞ്ചസാര വ്യവസായം ഞാൻ നേരത്തെ പറഞ്ഞു, മിഥെയിൻ അതിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്. അപ്പോൾ ഒരിക്കലും പഞ്ചസാര വ്യവസായം പരിസ്ഥിതി സൗഹൃദം എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല.
പരിസ്ഥിതി സൗഹൃദമാണോ? അല്ല. ഒരുപാട് വിഷവാതകങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം 1, 2, 4 ഒരുമിച്ചൊരിക്കലും വരില്ല. 1, 4 ഇവിടെ വരുന്നുണ്ട്. തെറ്റാണത്. ഓക്കെ, ഒന്നിനോടൊപ്പം 2, 4 വരില്ല എന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. 1, 4 വരില്ല, 1, 2 വരില്ല. ഓക്കെ, 1, 2 വരില്ല, 1, 4 വരില്ല. അപ്പം ഇവിടെ ഡി എന്ന ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം, അല്ലേ? ഡി എന്ന ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. ഇപ്പം ഫുഡ് ലൂസ് ഇൻഡസ്ട്രി. അപ്പം 2നെ നമുക്ക് എവിടെ കണക്ട് ചെയ്യാൻ പറ്റും? പരിസ്ഥിതി പഞ്ചസാരൻ്റെ കാര്യം ഇവിടെ നമുക്ക് ഒഴിവാക്കാം. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. അത് ശരിയല്ലേ? പിന്നെ വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പരിസ്ഥിതി സൗഹൃദം ചിലപ്പം അതിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. അപ്പം ഇത് മൂന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ് ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്, ചിലപ്പം വരാൻ സാധ്യതയുണ്ട്, അല്ലേ? 4ാമത്തെ പ്രസ്താവന ശരിയാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്, നമുക്ക് ഉറപ്പില്ല. അതേപോലെ വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. അപ്പം 2, 4 ഇവിടെ നമുക്ക് കുഴപ്പമില്ല. ഇനി കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. അപ്പം അതിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2, 3 ശരിയാവാൻ സാധ്യതയുണ്ട്. ഇവിടെ 2, 4 2, 3 ശരിയാവാൻ സാധ്യതയുണ്ട്. 3, 4 ശരിയാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉറപ്പില്ല, എങ്കിലും 3, 4 ശരിയാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം 2, 4 ശരിയാവാൻ സാധ്യതയുണ്ട്. 2, 3 ശരിയാവാൻ സാധ്യതയുണ്ട്. 3, 4 ശരിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഏതാണുള്ളത്? എ വരുന്നുണ്ടോ? ഒരിക്കലും വരുന്നില്ല. പിന്നെയുള്ളത് ഏതാണ്? 2, 4 2, 4 ഇവിടെ ഉണ്ടോ? ഇവിടെയുണ്ട്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഞാൻ പറഞ്ഞ ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കെന്താണ് ഫുഡ് ലൂസ് ഇൻഡസ്ട്രീസ് എന്ന് അറിയില്ല. നമ്മളിത് പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? എങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്? ഓപ്ഷനുകൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് നോക്കുകയാണ്. പ്രസ്താവനകൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ്. 1, 2 ശരിയാകുമോ? ഒരിക്കലും ശരിയാവില്ല. ഓക്കെ, പഞ്ചസാര വ്യവസായം എന്ന് പറയുന്നൊരു വ്യവസായത്തിന് ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ലേബേഴ്സ് ഇല്ലെങ്കിൽ അവിടെ ഉൽപ്പാദനം നടക്കില്ല. പാടത്ത് പോയി കരിമ്പ് കൃഷി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലേ ബാധിക്കുന്നില്ല പഞ്ചസാര വ്യവസായത്തെ. ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ 1, 2 ഒരിക്കലും വരില്ല. 1, 2 ഒരിക്കലും വരില്ല. നമ്മളിവിടെ എഴുതി വെച്ചു, അല്ലേ? ഇനി പഞ്ചസാര വ്യവസായം എന്ന് പറയുമ്പം 4ാമത്തേതായി നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. അല്ല, മിഥേൻ ഗ്യാസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും 1, 4 വരില്ല. അപ്പോൾ 1, 4 ഒരുമിച്ച് വന്ന സി എന്ന ഓപ്ഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ആദ്യം സി എന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഇനി 1, 3 വരുമോ? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. 1, 3 വരും. 1, 3 ഇവിടെ വരാൻ സാധ്യതയുണ്ട്, അല്ലേ? പഞ്ചസാര വ്യവസായം കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. നമ്മളിവിടെ എന്ത് ചെയ്തു? 1, 3 അവിടെ റിസർവിൽ വെച്ചതാണ്. ഓക്കെ, ഇനി 2ാമത്തെ നോക്കാം. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ ബാധിക്കുന്നില്ല, പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. 2, 4 ശരിയാണെന്ന് നമുക്കറിയാം, അല്ലേ? 2, 3 ശരിയാവാൻ സാധ്യതയുണ്ട്. 3, 4 ശരിയാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യമാണ്, നിങ്ങൾ വായിച്ചു നോക്കിക്കേ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം?
മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, ബന്ധമില്ലാത്ത പ്രസ്താവനകളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. ഓക്കെ, എന്താണ് നിങ്ങൾ നോക്കിക്കേ, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഇത് ശരിയാണല്ലോ അല്ലേ? 3-ാം ഭാഗമാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ. ഒന്നാമത്തേത് ശരിയാണ്. ഇത് ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. മൗലികാവകാശങ്ങൾ അയർലൻഡിൽ നിന്നാണ് എടുത്തത്? അല്ല, തെറ്റാണ്. ക്ലിയർ ആണല്ലോ? മൗലികാവകാശങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമല്ല നമ്മൾ കടമെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളാണുള്ളത്. 5 വിധത്തിലുള്ള മൗലികാവകാശമാണോ ഉള്ളത്? അല്ല, 6 വിധത്തിലുള്ള മൗലികാവകാശമുണ്ട്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഇക്വാലിറ്റിയെക്കുറിച്ചാണ്. 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡത്തെക്കുറിച്ചാണ്. 23ഉം 24ഉം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ്, 3 എണ്ണമായി. 4-മത് 25 മുതൽ 28 വരെ റൈറ്റ് ടു റിലീജിയനാണ്. 29ഉം 30ഉം മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങളെക്കുറിച്ച് 5 അവകാശങ്ങളായി. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, സുപ്രീം കോടതിയിലെ റിട്ട് അധികാരമാണ്. ടോട്ടൽ 6 മൗലികാവകാശങ്ങളുണ്ട്. അപ്പം 5 മൗലികാവകാശങ്ങൾ ഉണ്ട് എന്ന പ്രസ്താവനയും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. പറഞ്ഞ കാര്യം കൃത്യമാണല്ലോ. 1ഉം 4ഉം പ്രസ്താവനകൾ ഇവിടെ ശരിയാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ഉറപ്പ് നൽകുന്നു അല്ലേ? ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായിട്ട് ഉറപ്പ് നൽകുന്നതാണ് അല്ലേ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്താണ്? മൗലികാവകാശങ്ങളാണ് പറയുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 2002 82ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇപ്പോൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വലിയൊരു പ്രസ്താവനയാണ് അല്ലേ? വലിയൊരു പ്രസ്താവനയാണ്. വളരെ സമയമെടുത്ത് ആലോചിച്ച് വായിച്ചു നോക്കുക. എന്നിട്ട് 86ാമത് ഭരണഘടനാ ഭേദഗതി, ഈ ഭേദഗതി ബില്ല് പാസ്സാവുന്ന ഏത് വർഷമാണ്? 2002ലാണ്. 2002ലാണ് ഈ ഒരു ഭേദഗതി പാസ്സാകുന്നത്. 86ാം ഭേദഗതി 2002ലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. അത് 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് 42ാം ഭേദഗതി എന്ന് അറിയപ്പെടുന്നത്. ആ കാര്യങ്ങളും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം വലിയ പ്രസ്താവനകളാണ്. നമുക്കിത് വായിച്ചു തീർക്കാൻ കുറച്ച് സമയമെടുക്കും. ക്ഷമാപൂർവം ഈ ചോദ്യം വായിച്ചു നോക്കുക. എന്താണ് ചോദ്യം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. നമുക്ക് ഉറപ്പില്ല ഈ ഒരു പ്രസ്താവന ശരിയോ തെറ്റോ എന്നത്. കൃത്യമായിട്ട് ഈ വിഷയം പഠിക്കാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സംശയമായിരിക്കും അല്ലേ? സംശയമായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ രംഗനാഥ് മിശ്രയാണ്. നമ്മൾ പഠിച്ചതാണല്ലോ അത്. രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ ഈ കമ്മീഷന് അധികാരമുണ്ട്. 3ാമത്തെ പ്രസ്താവനയും ശരിയാണ് അല്ലേ? 4ാമത്തെ പ്രസ്താവന എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് അല്ലേ? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 പാർലമെൻറ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ട് പാസ്സാക്കുന്നത്. അപ്പം ഇതും ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് വരുന്നത്. ഡിസംബർ എന്നാണ്? ഡിസംബർ 10. ഓക്കെ, ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് വരുന്നത്. അപ്പം ഇവിടെ തെറ്റാവാൻ സാധ്യതയുള്ളത് ഏതാണ്? മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഇവർക്ക് അധികാരമില്ല. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുക
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ആക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കഴിയുകയുള്ളൂ, നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന എ ആണ്. പ്രസ്താവന എ ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഹരിത വിപ്ലവം, അതായത് ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എന്താണ് ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ്? ബന്ധമില്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം, അല്ലെ? ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അപൂർവമായി വർദ്ധിച്ചു, അഭൂതപൂർവമായി വർദ്ധിച്ചു. അപ്പം ഇവിടെ തന്നെ നമുക്കറിയാം എല്ലാ കാർഷിക വിളകളും ഉണ്ടോ? ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം ഉണ്ടോ? ഇല്ല. നമുക്കറിയാം നിശ്ചിതമായിട്ടുള്ള ഗോതമ്പ് തുടങ്ങി വീറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത്. മറ്റ് എല്ലാ കാർഷിക വിളകളും ഇല്ല എന്ന് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി, അല്ലേ? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പം ഗ്രീൻ റവല്യൂഷനുമായി ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? MS സ്വാമിനാഥൻ. രണ്ടാമത്തെ പ്രസ്താവന എന്താണ് ഇവിടെ? ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഹൈ ഈൽഡ് വെറൈറ്റീസ്, അല്ലേ, ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്, അല്ലേ? ഇന്ത്യയിലെ കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു വിപ്ലവമായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അതിന് ഹൈ ഈൽഡ് വെറൈറ്റി അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉപയോഗിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്, അല്ലേ? മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ 1ഉം 3ഉം മാത്രം തെറ്റെന്ന ഓപ്ഷൻ എന്താണ്? ഇവിടെ തെറ്റാണ്. കാരണം മൂന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നമുക്കറിയാം. ഓക്കെ, 1 മാത്രം തെറ്റെന്ന് പറയുന്നുണ്ട്. നമുക്കത് നാലാമത്തെ പ്രസ്താവന വായിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകൂ. എല്ലാം 1, 2, 3, 4 എന്നിവ ബന്ധമുള്ളവയാണ്. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കാരണം 1 തെറ്റാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നാലാമത്തെ പ്രസ്താവന. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പം ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായി രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യധികം വിളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നാലാമത്തെ പ്രസ്താവന ശരിയാണ് ഇവിടെ. അപ്പം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി, 1 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നമ്മൾ ഓരോ പ്രസ്താവനയും കൃത്യമായി സമയമെടുത്ത് തന്നെ വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വളരെ എണ്ണം കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയം നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരം ചോദ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതായിരിക്കും നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. നമ്മൾ കട്ട് ഓഫിന് എത്ര മുകളിലേക്ക് നമ്മൾ ഉയരണമെന്ന് തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഒരു പരിധി വരെ പങ്കുവഹിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചരക്ക് സേവന നികുതി എന്നാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ എല്ലാം കൂടി വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും, അല്ലേ? കൺഫ്യൂഷനോ? പ്രത്യക്ഷ നികുതി മാത്രം അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സസ് മാത്രമാണ്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ചേർന്നതാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ചേർന്നതാണ്. പരോക്ഷ നികുതിയും ഭൂനികുതിയും ചേർന്നതാണ്. പരോക്ഷ നികുതിയും ഭൂനികുതിയും ചേർന്നതാണ്. പരോക്ഷ നികുതി മാത്രമാണ്. ഭൂനികുതി നമ്മൾ പഞ്ചായത്തിൽ അടയ്ക്കുന്നതല്ലേ? ഇപ്പം പരോക്ഷ നികുതിയും ഭൂനികുതിയും GST എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതൊരു പരോക്ഷ നികുതിയാണ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ ബേസിക് ആയിട്ട് എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. ടാക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ GSTയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് എന്ത്? GST ഒരു പരോക്ഷ നികുതിയാണ്, അല്ലേ? പരോക്ഷ നികുതിയാണെന്ന് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം. വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നതാണ്. ശരിയായ പ്രസ്താവനകളെ കുറിച്ചാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവനകൾ. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്, അല്ലേ? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്, അല്ല? ഉറപ്പല്ലേ നമുക്ക് കാര്യം? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. നമ്മൾ നേരത്തെ അത് പഠിച്ചതാണല്ലോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെടുത്തി മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകും. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ഇവിടെ ശരിയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു നിയമത്തിലുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്?
ഇവിടെ ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന എന്താണ്? ഇവിടെ നമ്മൾ ഓപ്ഷൻ ബിയും സിയും നമ്മൾ ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ പ്രസ്താവന എന്താണ്? കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. കോടതി പരിഗണനയ്ക്കുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകളുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10-ൽ കുറയാത്ത അംഗങ്ങളാണ് ഇതിലുണ്ടാവുക. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാൻ കഴിയും. കോടതിയുടെ അധികാര പരിധിയിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാനുള്ള അവകാശമില്ല. ഇതാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട 4 ശരിയായ പ്രസ്താവനകൾ. ഇനി നമ്മൾ അവസാനത്തെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ചോദ്യം? താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? 2 തരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്മാരാണുള്ളത്. ഒന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്, മറ്റേത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ശരിയാണോ? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്തുകളിലേക്കുള്ള മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നടത്തുന്നത്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ഇവിടെ തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന തെറ്റ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം ഓപ്ഷൻ എ നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയും നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ഇനിയുള്ളത് ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാം? അനായാസം എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഉത്തരം എന്താണ്? ബി ആണ്. നമ്മൾ ആദ്യത്തെ 2 പ്രസ്താവനകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ, ഓർക്കണം. നമ്മൾ എത്ര സമയമാണ് ഇവിടെ ലാഭിക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ എന്താണ്? സംസ്ഥാന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നാലാമത്തേത് രാജ്യസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നമ്മളെ കുഴപ്പിക്കുമെന്ന് തോന്നുന്ന ചോദ്യങ്ങളെ നമ്മൾ അനായാസം സോൾവ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തിരഞ്ഞു പിടിക്കുക. നിങ്ങൾക്ക് ആ ചോദ്യം ഓരോന്നും പോസ്റ്റ്മോർട്ടം നടത്തുക. ഓക്കെ, നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ അതിലേതെങ്കിലും ഹിൻ്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ LGSൻ്റെ ക്രാഷ് കോഴ്സ് AZB അക്കാദമിയുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം? 999 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം? മെൻറ്റേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.